കൃപാസന മാതാവ് അത്ഭുതം നടത്തുന്ന അമ്മ തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുക. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഏത് സമയത്താണോ ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്നത്, അത്രയും ശക്തിയേറിയ ഒരു പ്രാർത്ഥന തന്നെയാണിത്. അത്രയും ശക്തിയേറിയതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറി എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ശക്തിയുള്ള പ്രാർത്ഥന ആണെന്നുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥന, ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാലയാണ്. അപ്പം അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണിത്. ജപമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ചൊല്ലിയില്ലെങ്കിൽ പോലും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ, അങ്ങയുടെ തിരുത്തിമർമ്മ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അതായത് അമ്മേനെ വാഴ്ത്തിക്കൊണ്ടുള്ള അമ്മയുടെ യഥാർത്ഥത്തിലുള്ള കാര്യം അമ്മയോട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അമ്മ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരും. അപ്പം അത്തരത്തിലുള്ള ഒരു ഏറ്റുപറച്ചിലൂടെയുള്ള ഒരു പ്രാർത്ഥനയാണിത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഭക്തിയോട് തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ഈ പ്രാർത്ഥന കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഈ പ്രാർത്ഥന വെറുതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ മാതാവിന് കഴിയുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും. അല്ലാതെ വെറുതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരുപാട് സമയം നമ്മൾ ഇതിനു വേണ്ടിയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ദിവസം കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. നമ്മൾ എത്രയോ സമയങ്ങൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ആ സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സഹായകരമാകുന്ന രീതിയിൽ നല്ല പ്രാർത്ഥനകളാണ്. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ കേൾക്കുക. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനയാണെങ്കിലും ഈ ചാനലിലിടുന്ന പ്രാർത്ഥനകളാണെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ മിനിറ്റുകളേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ആ പ്രാർത്ഥന നിങ്ങൾക്ക് അയച്ചു കൊടുത്ത് അവരെയും കൂടെയും കൃപാസന മാതാവിന് മുന്നിലേക്ക് അടുപ്പിച്ചൂടെ. അപ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുക. ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തിട്ട്. അപ്പം അത്രയും ശക്തിയേറിയ ഒരു പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കൊള്ളുക. നിങ്ങൾ ഭക്തിയോടെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, കൃപാസന മാതാവിനോട് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക. കൊന്തയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ കൊന്തയെടുത്ത് പിടിക്കുക, കൈയുടെ ഉള്ളിൽ ചുരുട്ടി പിടിക്കുക. നിങ്ങൾ എണ്ണമൊന്നും വേണ്ട, കൊന്ത നിങ്ങൾ ചുരുട്ടി പിടിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു നിമിഷം തന്നെയാണ്. വലിയ പ്രാർത്ഥനയെന്നല്ല, ചെറിയൊരു പ്രാർത്ഥനയാണ്. അമ്മ മാതാവേ, ഈ വീഡിയോ കാണുന്നവരെ എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ഈ വീഡിയോ കാണുന്ന ആളുടെ എന്ത് പ്രശ്നമാണെങ്കിലും, രോഗിയായിക്കോട്ടെ, സാമ്പത്തികപരമായിട്ട് തകർന്നിരിക്കുന്ന ആളായിക്കോട്ടെ, മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയി നിൽക്കുന്ന ഒരവസ്ഥയായിക്കോട്ടെ, ഇല്ലെങ്കിൽ ജോലിയുടെ ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന ആളായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, കുടുംബത്തിൽ വഴക്കും കലഹവും ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അമ്മേ മാതാവേ, ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ അമ്മ ഇടപെട്ട് അതില്ലാതാക്കി മാറ്റണമേ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി മറ്റുള്ളവരിലേക്ക് അമ്മേനെ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധിയോടെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അമ്മ മാതാവേ, തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മ മാതാവ് ഇടപെടണം. സർവസ്നായുടെ പിതാവേ, ഞങ്ങളുടെ നമ്പൂതാണ് മേട രാജ്യമാണ് മേടത്തിലുള്ള സർവത്തിലെ പല ഭൂമിയിൽ വാണമേ. അന്നു വേണ്ടി ആഹാരം നിലത്തിലാണ് മേടത്തെറ്റി എന്നോട് ക്ഷയിക്കുന്ന പോലെ ഞാൻ തെറ്റി ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവർത്തി കൊടുത്തിട്ട് ദൈവത്തിന്മേ അന്വേഷിക്കണമേ എന്ന് പറഞ്ഞു റമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാന്ന് ദൈവത്തിന്മേ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനോട് വിഷമേ. ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. അമ്മേ മാതാവേ, തീർച്ചയായിട്ടും ഈ കാണുന്നവരുടെ വിഷമതകളെല്ലാം മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപാസന മാതാവേ, അങ്ങേക്ക് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റുവാനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് സംശയിച്ച് നിൽക്കരുതൊരിക്കലും. കൃപാസന മാതാവിന് അത്രയും ശക്തിയുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടെ നിങ്ങൾ എല്ലാ ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കാം. അമ്മേ മാതാവേ, ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അവരുടെ ഓരോ ആവശ്യങ്ങളും പിടിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. പൂർണ്ണമായ വിശ്വാസമുണ്ട് കൃപാസന മാതാവ് അത്ഭുതം നടത്തുമെന്നുള്ളത്.
അപ്പം ആ ഒരു വിശ്വാസത്തിൽ അവരെ അവരുടെ ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ ഏത് പ്രശ്നമാണെങ്കിലും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ലൊരു നല്ലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം അമ്മയാൽ ഒരുക്കണം. തീർച്ച അമ്മയായിട്ടൊരുക്കണം. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഈ വീഡിയോ കാണുന്നവർക്കുണ്ട്. അമ്മേ മാതാവേ, അമ്മയുടെ അനുഗ്രഹം വർഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ മാതാവേ, ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സർവസ്ത്രാണ് പിതാവേണ്ട മൂലമാണ് രാജ്യപരമായ തിരുവനന്തപുരത്തിലെ പ്രഭുവാണ് എന്നു വേണ്ടി ആഹാരം നൽകുന്നതാണ് വേർതെറ്റി എന്നോട് അപേക്ഷിക്കുന്ന പോലെ അടുത്തിട്ട് ഞങ്ങളുടെ വിഷമപ്രാന്തം എടുത്തരന്മേ രക്ഷണമേ. ഞാൻ പറഞ്ഞാൽ സുസ്ഥീർത്താവങ്ങളുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് തിരുത്തോണമായി അനുഗ്രഹിക്കപ്പെട്ടെന്നാണ് പരിശുദ്ധാറമയും ബ്രാൻഡ്മയും പാവുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തമ്പുരാനുടെ വിഷമമായ പിതാനുമുദ്രയും പരിശുദ്ധമായ സ്തുതി അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. അപ്പം തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുക. എല്ലാം കുറച്ച് സമയത്തേക്കുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. ആ പ്രാർത്ഥനകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാർത്ഥനകളാണ്, സിമ്പിൾ പ്രാർത്ഥനകളാണ്. അതെല്ലാം തന്നെ അമ്മയിൽ കൂടുതൽ ശക്തി നൽകുന്ന പ്രാർത്ഥനകളാണ്. അപ്പം തീർച്ചയായിട്ടും അമ്മയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അത്ഭുതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങളെല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെല്ലാ ദിവസവും കമൻ്റായിട്ടിടുകയും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അമ്മയെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഒരുപാട് നിങ്ങളുടെ എന്ത് പ്രശ്നം മാറിപ്പോകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. തീർച്ച എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ.